കരുവാറ്റയിലെ കൊലപാതകം എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? 13 വയസ്സുകാരിയാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, അതും സ്വന്തം അപ്പൂപ്പനെ കൊല്ലാനായിട്ട്. കാരണം എന്താണെന്ന് കേൾക്കണ്ടേ? അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം, മാത്രവുമല്ല വൈകി വരുന്നതിനെ അപ്പൂപ്പൻ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉള്ളവരൊന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചോ. കാരണം ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് കയ്യും കണക്കൊന്നുമില്ല. ജെൻസി പിള്ളേർ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു പറയുകയാണ്, കാരണം ബോധവും വെളിവും ഇല്ലാത്ത കുറച്ച് പിള്ളേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. കാരണം അമിതമായിട്ടുള്ള ഫോൺ അഡിക്ഷനും മറ്റുള്ളവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് ധാരണയുള്ളവർ മാത്രമാണ് ഞാനിവിടെ ജെൻസി പിള്ളേർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈകി വീട്ടിലെത്തിയതിന് മുത്തച്ഛൻ അത് വിലക്കിയതാണ്. ദേഷ്യം വന്നിട്ട് 13 വയസ്സുകാരിയാണ് തന്റെ മുത്തച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തത്. ആരെയോ ഏൽപ്പിച്ചേക്കുന്നത്? ഇതേപോലെ തന്നെ കുട്ടി പിള്ളേരെയാണ് ഏൽപ്പിച്ചത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരാരും വീട്ടിലുണ്ടായിരുന്നു, അതായത് ഈ കുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല. ഒന്നും അറിയാത്ത പോലെ കുട്ടി സംഭവം കഴിഞ്ഞപ്പോൾ വന്നിരിക്കുവായിരുന്നല്ലോ. എന്താ ഇതിനൊക്കെ പറയാ? അതായത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുട്ടികൾ തന്നെയാണ്. പക്ഷെ കുട്ടികളാണെന്ന് വെച്ച് ഇവിടെ കുട്ടികൾക്ക് നിയമം കയ്യിലെടുക്കാൻ റൈറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോ ചില ആളുകൾ പറഞ്ഞു വരും ഇതൊക്കെ സിനിമ കാണുന്നതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു സിനിമയും കണ്ടു കഴിഞ്ഞാലും ഒരാളും മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ നിയമത്തിന്റെ ഒരു പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇവിടെ കുറ്റം ചെയ്താൽ എല്ലാവർക്കും ശിക്ഷയുണ്ട്. പക്ഷേ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് സുഖലോലുപത അനുഭവിക്കുന്നത് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം കുറ്റം ചെയ്തു, ആ കുറ്റത്തിന് വിചാരണ നടത്തി ജയിലിൽ കൊണ്ടുപോയി, അതായത് ഇപ്പൊ സ്വാഭാവിക കുട്ടികളാവുന്ന ജുവനൈൽ ഹോമിലായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ കുട്ടിക്ക് ഇതൊരു കൗതുകമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ കുട്ടികളുടെ ഈ ഒരു അക്രമാസക്ത സ്വഭാവത്തെ നമ്മൾ എന്തുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ്. കാരണം ഇതിനു മുന്നേ 2 മാസം മുന്നെയാണ് നമ്മൾ ഒരു സംഭവം അറിഞ്ഞത്. കാരണം ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടി തന്റെ സഹപാഠികൾ തന്നെ പീഡിപ്പിച്ചു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോക്സോ കേസായിരുന്നു വന്നത്. പക്ഷെ അത് വൈദ്യ പരിശോധന പോലും ചെയ്യാതെ ആ ഒരു പ്രതികളെ ഈ കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെ പിടിച്ച് പോലീസുകാര് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ടാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ കുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന് പുറത്തു വന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികൾ ഈ ഒരു അക്രമാസക്ത മത്സരം, അതായത് ഒരു സ്ഥലത്ത് കൊട്ടേഷൻ കൊടുക്കുന്നു, മറ്റൊരു സ്ഥലത്ത് കൊട്ടേഷൻ അല്ല ഇവിടെ കൊടുക്കുന്നത്, മറ്റൊരു സ്ഥലത്ത് പോക്സോ കേസാണ് കൊടുക്കുന്നത്. എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതി വരുന്നതെന്നാണ് അറിയേണ്ടത്. കാരണം കുട്ടികൾ കൂടുന്ന ആളുകളെ വെച്ചിട്ടാണോ, അതോ കുട്ടികൾക്കിടയിൽ സംഭാഷണങ്ങൾ ഇത്തരത്തിലാണോ പറയുന്നത്? ഇതൊന്നും നമുക്ക് അറിയത്തില്ല. എന്ത് തന്നെയാണ് െങ്കിലും ഇത് കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കരുവാറ്റയിലാണ് ഇങ്ങനത്തെ ഒരു കൊലപാതകം നടക്കുന്നത്. ഒന്നും അറിയാത്ത ഒരു മുത്തശ്ശനെയാണ് കൊല്ലാനായിട്ട്, അത് വൈകി വന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കൊലപാതകം വരെ ആസൂത്രണം ചെയ്തത്. അതായത് ഇതിൽ നിന്ന് രണ്ടൊരു കാര്യമുണ്ട്. തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾക്ക് വെട്ടി നിർത്താനാണ്. കാരണം ഒരു മരമാണ് നമുക്ക് പ്രശ്നമെങ്കിൽ ആ മരത്തെ വെട്ടി മാറ്റി ആ മരം പിന്നെ നാമാവശേഷമാകണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു കുട്ടികളുടെ വാസന അത്ര നല്ല കാര്യമൊന്നുമല്ല. അതായത് ഇതിപ്പോൾ ഈ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അങ്ങനെ നാളെ ഒരിക്കലും ഈ കുട്ടിയുടെ അച്ഛനാണ് അമ്മയാണ് ഇങ്ങനെ ചീത്ത പറയുന്നതെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്തതും ഇത്തരത്തിലുള്ള കുട്ടി ഗുണ്ടകൾക്കാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടി ഗുണ്ടകളുടെ വിളയാട്ടമാണ് അവിടെ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ എന്തോരം നമ്മുടെയൊക്കെ ചീത്ത പറഞ്ഞിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു തരത്തിൽ നമുക്കൊരു സ്നേഹം കൂടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ശാസിക്കാം, അവർക്ക് വഴക്ക് പറയാം. കാരണം വൈകി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് ആ കാലത്ത് എല്ലാവരെയും കൊല്ലുകയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നതിന് വാസ്തവം ഇത് തന്നെയാണ്. കാരണം കൊച്ചുകുട്ടിയാണ്, 13 വയസ്സുകാരിയാണ് എന്ന് വെച്ചിട്ട് ചെയ്തത് കൊലപാതകമാണ്, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ കുട്ടികളാവുകൊണ്ട് അവരുടെ സ്വകാര്യതയെ മാനിച്ച് ഇവരുടെ ഫോട്ടോസ് ഒന്നും പുറത്തു വിടുകയില്ല. പക്ഷേ ഇവര് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവരുടെ ഫോട്ടോസ് പുറത്തു വിടേണ്ടതാണ്. കാരണം നാളെ ഒരിക്കൽ ഈ കുട്ടി പുറത്തിറങ്ങിയിട്ട് ഇതേപോലെ മറ്റുള്ളവരെയും ചെയ്താലോ, കുട്ടി ക്രിമിനൽസ് ആണ് ഇവര്. കാരണം ഒന്നാമത്തെ കാര്യം, കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യത്തില്ല, അവരെ ഫോട്ടോ കാണത്തില്ല, അവരാരാ എന്ന് പോലും അറിയത്തില്ല. ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ നിയമത്തിന്റെ ഇത് ഒരു കാര്യം വെച്ചാൽ നല്ലതാണ്. കാരണം ഇപ്പോ പോക്സോ കേസിലാണെങ്കിലും എന്ത് കേസിലാണെങ്കിലും കുട്ടികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇതേപോലത്തെ കരുതി കൂട്ടി ആസൂത്രണം ചെയ്ത് കുട്ടി കൊട്ടേഷൻ സംഘം ഉണ്ടാക്കുന്ന ആളുകളുടെ, അതായത് കുട്ടികളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണം എന്ന് തന്നെയാണ്. കാരണം ഇനിയെങ്കിലും ആരും ഇതേപോലെ ചെയ്യാതിരിക്കട്ടെ. ഇപ്പോ ഈ കരുവാറ്റയിൽ നടന്ന ഒരു സംഭവം, ഇതിപ്പോ വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കരുത്. കാരണം നാളെ ഇതൊക്കെ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ അയൽപക്കത്തെ വീട്ടിലൊക്കെ വരാം. കാരണം പിള്ളേരെന്ന് പറയുന്ന അവരുടെ മാനസിക സ്ഥിതി എങ്ങനെയൊക്കെയാണ് മാറിപ്പോയെന്ന് പോലും നമുക്കറിയില്ല. പണ്ടത്തെ
കുട്ടികളെ നിഷ്കളങ്കതയൊന്നും ഇപ്പോൾ അവർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു കാര്യം തന്നെ, മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ വില്ലൻ. കാരണം ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം മാത്രം അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും, കുട്ടികൾ അത് പഠിക്കും, കുട്ടികളാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. കാരണം പലർക്കും പല ഗ്രാസ്പിംഗ് സ്പീഡ് ആയിരിക്കും. പെട്ടെന്ന് ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ഈ കുട്ടികൾക്ക് ഒന്നാമത്തെ നെഗറ്റീവ് അതിനോട് ഭയങ്കര അട്രാക്ഷൻ കൂടുതലായിരിക്കും. കൊലപാതക ദൃശ്യം പ്രതികൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാട്ടിക്കൊടുത്തതായിട്ടാണ് പോലീസ് പറയുന്നത്. പ്രതികൾ കൊല്ലം സ്വദേശികളാണ്. കൊലപാതകത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അപഹരിക്കുകയും ചെയ്തു. പെൺകുട്ടിക്ക് ഐഫോണും പ്രതികൾക്ക് ബൈക്കും വാങ്ങാനാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേവലം ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവൻകുട്ടിയും ഭാര്യയും ചെറുമകളും വീട്ടിൽ താമസിച്ചിരുന്നത്. മകൾ ഗർഭിണിയായിരുന്നു. പ്രസവ ശുശ്രൂഷയ്ക്കായി മകളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയായിരുന്നു. കൂട്ടിരിക്കാനായി ഭാര്യയും പോയിട്ടുണ്ടായിരുന്നു. ശിവൻകുട്ടിയും ചെറുമകളും മാത്രമാണ്. അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഈ കുട്ടിയുടെ അമ്മ ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ ഡെലിവറി ഡേറ്റ് എത്തിയ അനുസരിച്ചിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ സ്ഥിതിക്ക് അപ്പോൾ ആ അമ്മയ്ക്ക് കൂട്ടു നിൽക്കാനായിട്ട് അതായത് ഈ കൊല്ലപ്പെട്ട ഈ മുത്തശ്ശന്റെ ഭാര്യ മുത്തശ്ശിയും കൂടി അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും ഈ കുട്ടിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ മുത്തശ്ശൻ ചോദ്യം ചെയ്തു. അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമായില്ല. അങ്ങനെയാണ് ഈ പ്രതികൾ ഈ ഒരു ദിവസം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. രാത്രി സ്ഥലത്തെത്തിയ പ്രതികള് ശൗചാലയത്തിന്റെ വെന്റിലേഷൻ വഴിയാണ് അകത്ത് കയറിയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. കൈകാലുകൾ കൂട്ടിക്കെട്ടി അതിക്രൂരമായാണ് ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത്. സ്വന്തം മുത്തശ്ശനെ കൊലപ്പെടുത്തിയത് കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ടൊക്കെയാണ് കൊലപ്പെടുത്തിയത്. ഈ സമയം കൊട്ടേഷൻ നൽകിയ ബന്ധുവായ കുട്ടി വീഡിയോ കോളിലൂടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവസാന ശ്വാസം എടുക്കുന്നത് വരെ അവള് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സിനിമയിലും സീരിയലിലും ഒക്കെയാണ് ഇങ്ങനത്തെയൊക്കെയുള്ള കാട്ടയം കണ്ടിരിക്കുന്നത്. അവസാന വൃത്ത് വരെ എടുക്കുന്നത് നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെയാണ് ഇതുപോലെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിക്രൂരമായിട്ട് ഒരു മനുഷ്യജീവൻ അവിടെ കിടന്ന് പെടയുന്നത് മറ്റൊരു ഫോണിലൂടെ ആ ഒരു കുട്ടി കാണുന്നു എന്ന് പറയാം. സ്വന്തം മുത്തശ്ശൻ തന്നെ കിടന്ന് പെടയുന്നു എന്ന് കാണുമ്പോൾ പോലും ഒരു മനസ്സറിവ് പോലും ഇല്ലാത്ത കുട്ടീന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇത് ക്രിമിനലിന്റെ എക്സ്ട്രീം ലെവലാണ്. സൈക്കോപാത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ വിശേഷിപ്പിക്കാം. കൊലപാതകത്തിന് ശേഷം വീട്ടിലാകെ മുളക് പൊടിയും വിതറിയിട്ടുണ്ടായിരുന്നു. ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മുളക് പൊടി വാരി വിതറിയത്. എന്ത് തന്നെയാണെങ്കിലും ഇതുപോലത്തെയുള്ള കുട്ടികളിലെ ക്രിമിനൽ മെന്റാലിറ്റി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം ഇതിപ്പോ ഒരു കൊലപാതകം, അതേപോലെ മറ്റൊരു സ്ഥലത്ത് പോക്സോ കേസ്, കൃത്രിമ പോക്സോ കേസ് ഉണ്ടാക്കി അതിന്റെ പരാതി കൊടുക്കുന്നു. അപ്പോൾ തികച്ചും ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതി ഏത് ലെവലിലേക്കാണ് പോകുന്നത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരിടത്ത് കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു, മറ്റൊരു പ്രണയ നൈരാശ്യം, ഒരു ചെക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ചെക്കൻ റിജക്ട് ചെയ്തപ്പോൾ ആ ചെക്കനും ആ കൂട്ടുകാരൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പോക്സോ കേസ് ഉണ്ടാക്കി അവിടെ പരാതി കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി. ഏത് തരം മെന്റാലിറ്റിയാണ് ഇവർക്ക്? ഇത് രണ്ട് പെൺകുട്ടികൾ തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. സ്വന്തം മുത്തശ്ശന് ബൈക്കിനും അതേപോലെ ഐഫോണും കിട്ടാൻ വേണ്ടിയിട്ട് കൊല്ലുന്ന കാലത്തിലേക്ക് നമ്മളുടെ കേരളത്തിലെ കുഞ്ഞുമക്കൾ അധപതിച്ചോ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്.